ஹாய் ஃப்ரெண்ட்ஸ், எல்லாருக்கும் நமஸ்காரம். என்னோட எல்லா நண்பர்களுக்கும் வணக்கம். இன்றைக்கி நான் சூப்பரான പരിപ്പ് പായസം தான் செய்ய போகிறேன். അതായത് പരിപ്പ് പ്രഥമൻ ആണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാൻ 750 ഗ്രാം ചെറുപരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് അടികട്ടിയുള്ള പാത്രത്തിൽ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതായത് അത് കറുത്തു പോകാൻ പാടില്ല. അത് കാരണം അതിൻ്റെ ബേസ് നല്ല സ്ട്രോങ് ആയ പാത്രമാണ് ഉപയോഗിക്കേണ്ടത്. முதல்ல 750 ഗ്രാം பருப்பை நல்லதாக ரோஸ்ட் பண்ணி எடுக்கணும். அடிப்பாக நல்ல திக்கான பாத்திரத்தில் போட்டு நல்லதாக வதக்கணும். இது வறுத்ததுக்கு அப்புறம் தான் கழுவணும். வறுத்து ஆறுனதுக்கப்புறம் 2 தடவை நல்லா வாஷ் பண்ணி எடுத்துக்கலாம். இப்போ நல்லா ரோஸ்ட் ஆகிട്ടുണ്ട്. നമുക്കിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ നന്നായിട്ട് കഴുകി ഇപ്പോൾ കുക്കറിലോട്ട് മാറ്റുകയാണ്. ഇതിൽ ഒരു 3 കപ്പ് തണ്ണി ഊറ്റി നല്ല വേഗ വയ്ക്കണം. 750 ഗ്രാം പരിപ്പിന് ഞാനിവിടെ 3 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്യുന്നത്. ഇതിലൊരു 3 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതേസമയം ഞാനിവിടെ ശർക്കര ഉരുക്കാൻ വയ്ക്കുകയാണ്. 1 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് ഉരുക്കാൻ വയ്ക്കുകയാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ വെല്ലം ഉരുക്കിയെടുക്കണം. വെല്ലം നല്ല കരഞ്ഞ് അത് ஃபில்டர் பண்ணி அதாவது வடிகட்டி தானே எடுக்கணும். இல்லைன்னா அதில் ஏதாவது கசடு ஏதாவது இருக்கும். ஸோ இப்போ இதில் ஈக்குவல் அமௌண்ட் எடுத்திருக்கேன். 750 ഗ്രാം அது பருப்புக்கு 750 ഗ്രാം വെള്ളം എടുത്തിരിക്കാം. 1 കപ്പ് തണ്ണി சேர்த்து நல்லா കരച്ചെടുക്കണം. ഇപ്പോൾ ശർക്കര കറക്റ്റായിട്ട് ഉരുകിയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യാം. ആറിയതിന് ശേഷം നന്നായിട്ടൊന്ന് ഫിൽട്ടർ ചെയ്യാം. ഇപ്പോൾ പരിപ്പും വെന്ത് കിട്ടിയിട്ടുണ്ട്. പരിപ്പ് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്യണം. ശർക്കര ഒഴിക്കുന്നതിന് മുമ്പേ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. ശർക്കര ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഉടയില്ല. അത് അതിൻ്റെ ലംസ് ഉണ്ടാവും. അത് കാരണം നന്നായിട്ട് ഉടച്ചതിന് ശേഷം ആറിയ ശർക്കര പാനിയെ ഫിൽട്ടർ ചെയ്തെടുക്കാം. இப்போ இந்த கரைச்சி வச்சுருக்கிற வெல்லத்தில் இதை போட்டு நல்லா கடையணும். ஸ்டவ் இப்போ ஆஃபில் தான் இருக்குது. இப்போ இதில் நல்லா மிக்ஸ் பண்ணணும். അതായത് കട്ടയായിട്ടൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇപ്പോൾ ഞാൻ സ്റ്റവ് ഓഫിലാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇതിൽ ഒരു കട്ടകളില്ലാതെ നന്നായിട്ട് ഞാൻ കലക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓൺ ചെയ്യാം. ഇനി ഈ ശർക്കര പാനിയിൽ കിടന്ന് നന്നായിട്ട് അതൊന്ന് വേകണം. 2ാം പാൽ ഒഴിക്കുന്നതിന് മുമ്പേ തന്നെ നന്നായിട്ടൊന്ന് അത് ശർക്കര പാനിയിൽ നന്നായിട്ടൊന്ന് വേവേണ്ടതുണ്ട്. ഇപ്പോൾ വേഗ വെച്ച പരിപ്പ് வெள்ளத்தில் உருக்கி வச்சுருக்க வெள்ளத்தில் நல்லா போட்டு மிக்ஸ் பண்ணியோம் இல்லையா, லம்ஸ் இல்லாமல். அதுக்கப்புறம் தான் ஸ்டவ் ஆன் பண்ணி திருப்பியும் ஒரு 10 மினிட்ஸ் அதிலேயே இருந்து வேகணும். நல்லா அது குறுகி வரணும். அதுக்கப்புறம் தான் அதில் தேங்காய் பால் ஆட் பண்ண வேண்டியது. முதல்ல போட்டாச்சுன்னா நல்லா டேஸ்ட்டாக கிடைக்காது. ஸோ நல்ல ஒரு 10 மினிட்ஸ், மினிமம் 10 மினிட்ஸ் ஆகும் நல்லா வதங்கணும். இங்கே நான் தேங்காய் பாலை 1ஆம் பால் 2ஆம் பால்னு 2ஆக எடுத்து வச்சுருக்கேன். அதாவது இந்த கிளாஸில் 1/2 கிளாஸ் தண்ணி ஊற்றி புழிஞ்சு எடுக்கும்போது கிடச்சது இந்த 1 கிளாஸ் ஃபஸ்ட்டு தேங்காய் பால். இதே கிளாஸில் 3 கிளாஸ் தண்ணி ஆட் பண்ணி அதை டைலூட் பண்ணி எடுக்கும்போது செகண்ட் டைம் மிக்சியில் போட்டு அரைச்சி எடுக்கும்போது கிடச்சது 2ஆம் பால். അതായത് നമ്മൾ ഈ മലയാളീസർക്ക് എല്ലാവർക്കും അറിയാം 1ആം പാലും 2ആം പാലും ഡൈലൂട്ടാക്കി എടുക്കുന്നതാണ് 2ആം പാല്. ആദ്യത്തെ പാലിൽ നമുക്ക് ആവശ്യമായ ക്വാണ്ടിറ്റിയിൽ കുറച്ച് വെള്ളം ചേർക്കുന്നതാണ് 1ആം പാലെന്ന് പറയുന്നത്.
ഇപ്പം നന്നായിട്ട് ഈ കുറുകി വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ആദ്യം രണ്ടാം പാൽ ആഡ് ചെയ്യാം. இந்த பருப்பு நல்லா வெந்துருச்சு. நான் 10 மினிட்ஸுக்கு மேலேயே நல்லா இதில் போட்டு வதக்கிட்டு தான் இருக்கிறேன். ஸோ நல்லா வெந்துருச்சு. நமக்கு இப்போ ரெண்டாம் பால் ஆட் பண்ணலாம். இதுவுமே மெதுவாக தான் ஊற்றணும், அப்படியே எடுத்து கொட்டக்கூடாது. ஏன்னா அதுலேயும் அது பிரிஞ்சு, அதாவது பால் தெரிஞ்சு வர்றதுக்கு சான்சஸ் இருக்குது. ஸோ മെതുവാக അதைയും ഊറ്റണം. നമുക്ക് രണ്ടാം പാൽ ഒഴിക്കുന്നതും അവസരത്തിൽ അങ്ങനെ ഒഴിക്കാൻ പാടില്ല. കുറച്ചായിട്ട് തന്നെ ഒഴിച്ചങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. കാരണം ഇതും നമുക്ക് പാല് പിരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിനെ കൈ വിടാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. നമ്മൾ ഇത് കൈ വിടാமல் കിളറി കൊടുത്തുകിട്ടേ இருக்க വേണ്ടിയതാണ്. എനിക്ക് ഏകദേശം 10 മിനിറ്റ്സ് ആയി രണ്ടാം പാൽ ഒഴിച്ചിട്ട്. ഇപ്പം ഞാനിത് ഒന്നാം പാൽ ഒഴിക്കാൻ പോവുകയാണ്. ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിള വരാൻ പാടില്ല. ഒരു 5 മിനിറ്റ്സ് കൂടെ നോക്കേണ്ട ആവശ്യമില്ല. അത് നോക്കി നിൽക്കണം. പാലിങ്ങനെ പിരിഞ്ഞു പോകാൻ പാടില്ല. முதல் பால் ஊற்றுனதுக்கப்புறம் ரொம்ப கேர்ஃபுல்லாக இருக்கணும். மெதுவாக இலக்கி கொடுத்துக்கிட்டே இருக்கணும், அதாவது கிளறி கொடுத்துக்கிட்டே இருக்கணும். இப்போ நான் ஸ்டவ் ஆஃப் பண்ண போகிறேன். ഇപ്പോൾ നമുക്ക് പൊടിച്ചു വച്ചിരിക്കുന്ന 4 ഏലക്ക, 4 to 5, അത് ഇഷ്ടമുള്ളവർക്ക് അത് എത്ര വേണോ ഇടാം. 4 ഏലക്ക, 3 ഗ്രാമ്പ്, കുറച്ച് ചുക്കുപൊടി, ഒരു 1/2 സ്പൂൺ ചുക്കുപൊടി, ഇത്രയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിന് നെയ്യ് താളിച്ചൊഴിക്കണം. അതിനായിട്ട് ഒരു പാനിൽ ആവശ്യത്തിന് നെയ്യ് എടുക്കാം. ഞാനിവിടെ ഒരു 3 സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. ആദ്യം കുനുകുനാന്ന് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ പീസസ് ഇട്ട് കൊടുക്കാം. കൊട്ട തേങ്ങ കിട്ടിയാൽ നല്ലതാണ്. എനിക്കിപ്പോൾ അത് കിട്ടിയില്ല. ഞാൻ സാധാരണ തേങ്ങ തന്നെയാണ് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചതാണ്. തേങ്ങ നല്ല പൊന്നിറமாக வதங்கினதுக்கப்புறம் அதில் கேஷ்யூ நட் போட்டு கொடுக்கலாம். இது வேற ஒன்றும் இல்லை, கேஷ்யூ நட்டு, ட்ரை கிரேப்ஸ், அவ்வளோதான். இது ரெண்டும் கூட போட்டு நல்லா வதக்கி பாயசத்தில் எடுத்து ஊற்ற வேண்டியதுதான். ഇപ്പോൾ തേങ്ങ നല്ലതായിട്ട് അങ്ങനെ വറുത്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് കാഷ്യൂ നട്ട് ആഡ് ചെയ്യാം. കുറച്ച് ഡ്രൈ ഗ്രേപ്സ് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നമുക്ക് അങ്ങനെ പായസത്തിൽ ഒഴിച്ചു കൊടുക്കാം. ഇറ്റ്സ് വെരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കുറച്ച് സമയമെടുത്ത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എല്ലാവർക്കും ചെയ്യാൻ പറ്റും. പരിപ്പ് പായസം കുറച്ച് തിക്കായിരുന്നാൽ തന്നെ നന്നായിരിക്കുള്ളൂ. ഓവറായിട്ട് വെള്ളമായിരുന്നാലും നന്നായിരിക്കില്ല. സോ ഇത് തന്നെയാണ് എൻ്റെ കൺസിസ്റ്റൻസി. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തോളൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ഫോർ നൗ.